ഹായ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ചെടികളെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ചെടികളേ ഉള്ളൂ. ഒന്നാമത്തെ ഈ ഡ്രാഗൺ ഫ്രൂട്ടാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് ബഡ് ചെയ്തതാണ്. ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ട് പലതരം ഉണ്ടല്ലോ. മഞ്ഞയുണ്ട്, ഇതിൽ വെള്ളയുണ്ട്, പിന്നെ പിങ്ക് വന്നിട്ട് ഒരു കളറുണ്ട്. എല്ലാത്തിലും പുറമേ പിങ്കാണ്, അകമാണ് വെള്ളയും മഞ്ഞയൊക്കെ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഇത് 2 തൈയായിട്ടാണ്. ഒന്നതും അതും. കുഞ്ഞാണ്, ആയിട്ടില്ല. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ബക്കറ്റിലാണ് ഞങ്ങൾ വെച്ചേക്കുന്നത്. കാണുന്നുണ്ടോ അറിയത്തില്ല. ഇങ്ങനെ വെച്ചിട്ട് ടയറാണ് മണ്ടയ്ക്കൂടി ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇതെല്ലാം അച്ഛനാണിത് ഇതിലൊക്കെ മെയിൻ. അപ്പം കണ്ടില്ലേ, ഇവിടെ അതിൻ്റെ തുമ്പത്തൊരു കാ ചെറുതായിട്ട് വന്നതായിരുന്നു. അപ്പോൾ അത് പൊഴിഞ്ഞു പോയി. ഞങ്ങളോർത്തുണ്ടാവുമെന്ന്, പക്ഷേ ഉണ്ടായില്ല. അതുകൊണ്ട് ആ തുമ്പിൻ്റെ അതുകൊണ്ട് അവിടെ ഇങ്ങനെ വന്നതാണ്, പക്ഷെ അത് പൊഴിഞ്ഞു പോയി. ചെറുതായിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എല്ലാം കൊണ്ടും നല്ലൊരു ഫ്രൂട്ടാണ്. നമ്മുടെ ഹെൽത്തിനായാലും നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇത് ഉണ്ടായിട്ട് വേണം തിന്നാൻ. ഇനി രണ്ടാമത്തെ ഒരു നെല്ലിയാണ്. ഇത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇത് എനിക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടിയാണ്. ഞാൻ അന്ന് മേടിച്ച് വെച്ചാണ്. ഇത് കുഞ്ഞാണിത്, ഉണ്ടായി. പക്ഷെ തൈയാണ് മേടിച്ച് വെച്ചത്, കുഞ്ഞാണിത്, ഉണ്ടായി. ഇനി ഇത് ഇച്ചിരി വലിയ മരമായിട്ടേ നെല്ലിക്ക ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നെല്ലിക്കയുടെ ഗുണം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാം നല്ല ഗുണമാണ്. നമ്മുടെ ഹെയർ നന്നായിട്ട് വളരാൻ നെല്ലിക്ക സൂപ്പറായിട്ട് സഹായിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ചെടിയാണിത്. വലുതായിട്ട് മരം പോലെ ആയില്ല. മരം പോലെ ആകുമ്പോഴാണ് ഇത് നെല്ലിക്ക കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നെല്ലി. ഇത് ഞങ്ങളുടെ വീട്ടിലെ പൂച്ചക്കുഞ്ഞാണ്. ഇത് ഞങ്ങളുടെ കുഞ്ഞിപ്പൂച്ചയാണ്. ഇത് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള കുറച്ച് ചെടികളൊക്കെയാണ്. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് വലുതായിട്ട് അറിയത്തില്ല. എന്നാലും നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. കണ്ടില്ലേ, സൂപ്പർ ചെടിയാണ്. ഒരു ചെടി തന്നെ ഞങ്ങൾ പല ചട്ടിയിലും വെച്ചിട്ടുണ്ട്. അതാണ് ഹൈലൈറ്റ്. പല ചട്ടിയിലും വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിനൊരു ഗ്രീൻ ആൻഡ് ഒരു യെല്ലോ പോലത്തെ ഒരു കളർ. സൂപ്പർ ചെടി. ഇത് കാണാൻ വീഡിയോക്കകത്ത് അതിൽ സൂപ്പർ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നല്ലൊരു ചെടിയാണ്. ഇത് വന്നിട്ട് ഇതൊരു മണി പ്ലാന്റ് പോലത്തെ ഒരു ചെടിയാണിത്. ഇത് സൂപ്പർ. ഇത് കുറച്ചുകൂടെ വളർന്നതുണ്ട് അവിടെ. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നിങ്ങളുടെ വീട്ടിലെല്ലാവരും വീട്ടിൽ കാണും. വീടിൻ്റെ അകത്തും ഒരുപോലെ വെക്കാം, വീടിൻ്റെ പുറത്തും വെക്കാവുന്ന ഒരു സൂപ്പർ ചെടിയാണത്. പിന്നെ ഇതിന് ഈ റെഡ് പ്ലാന്റ് എന്നൊക്കെ വിളിക്കും. ഇതിനെ പ്ലം എന്നൊക്കെ വിളിക്കുന്ന ഒരു ചെടിയത്. ഇത് നല്ല നൈസാണ്. ഇത് തൂക്കിയിടുന്നതാണ്. ഇത് മുക്കാലും തൂക്കിയിടുന്നത്. അതുകൊണ്ട് അത് ചട്ടിയിലൊക്കെ വെക്കുന്നതാണ്. അതിൻ്റെ പോലത്തെ തന്നെയാണ്. അതുകൊണ്ട് ആ ചട്ടിയിലും ഇരിക്കുന്നുണ്ട്, ഈ ചട്ടിയിലും ഇരിക്കുന്നത്. ഇത് വലുതായി. ഇത് നല്ല വലുതായി. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ലൊരു ഒരു പച്ചയും ഒരു മഞ്ഞ കളറും വന്നിട്ട്. പിന്നെ ഇതെല്ലാം ഓർക്കിഡാണ്. ഇത് വയലറ്റും പിങ്കും അങ്ങനെയുള്ള ഓർക്കിഡൊക്കെയാണ്. ഓർക്കിഡിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ ചകിരി ചോറൊക്കെ ഇട്ട് കൊടുക്കും. അത് നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. ചകിരിച്ചോറ് മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുത്താൽ ഓർക്കിഡ് പെട്ടെന്ന് കിളിക്കും. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് നല്ലതാണ്. ഇത് പിന്നെ അത് നിങ്ങൾക്കറിയാം. പിന്നെ അപ്പുറത്തതും ഓർക്കിഡാണ്. നല്ലൊരു ഓർക്കിഡ്. അത് ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്ത ഒരു ഓർക്കിഡ്. ഇതൊരു മണി പ്ലാന്റ്. ഇത് പ്രത്യേക മണി പ്ലാന്റാണ്. ഒരു ഒരു ഗ്രീൻ കളർ വന്നിട്ടൊരു മണി. ഇത് ഞാൻ മുമ്പേ കാണിച്ചതിന് ഇച്ചിരി വളർന്നതാണ്. ഇത് നല്ലപോലെ വളർന്ന, ഇതിൻ്റെ തൈ പറിച്ച് അപ്പുറത്ത് വെച്ച്. ഇത് നല്ലപോലെ വളർന്ന ഒരു ചെടിയാണ്. അതും ആ മണി പ്ലാന്റിൻ്റെ തന്നെ. പിന്നെ ഇവിടെ എല്ലാം നിറച്ച് മണി പ്ലാന്റ് തന്നെയുണ്ട്. ഫുൾ മണി പ്ലാന്റാണ്. പിന്നെ ഉള്ളത് കറ്റാർ വാഴ മെയിൻ. അത് ചെറിയ കറ്റാർ, ഇതിലും വലുതൊക്കെ ഉണ്ട്. അത് ഞാൻ വേറെ ഷോർട്ട്സ് ആയിട്ടിടാം. ഈ സൂപ്പർ ചെടിയാണ്. ഇത് പ്രത്യേകമുള്ളൊരു ചെടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചെടി. ഇത് ഒരുപാട് പൂ തരും ആ ചെടി. സൂപ്പർ രസം, കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ആ ചെടി. ഇതൊക്കെ ഒരുമാതിരി ചെടി. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. കാണാൻ നല്ല ഒരു ഇലച്ചെടിയാണ്. പൂവൊന്നും അതിലുണ്ടാകത്തില്ല. പിന്നെ ഇതിൽ രാത്രി ഉണ്ടാകുന്ന പൂവാന്ന് തോന്നുന്നു. ഇതിൽ ഒരു വെള്ള വന്നിട്ട് കളർ ഉണ്ടാകുന്ന പൂവ്. പിന്നെ ഇത് റംബൂട്ടാനാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട്. കണ്ടോ, പച്ചയാണ്, പൊട്ടായതേ ഉള്ളൂ. അതിനിയും പഴുക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഞങ്ങളുടെ റംബൂട്ടാൻ നല്ല ടേസ്റ്റ്. കണ്ടോ, വലിയൊരു മരമാണ്. പിന്നെ ഇത് വന്നിട്ട് മാവാണ് ഗൈസ്. ഇത് ബഡ് ചെയ്ത് വെച്ച മാവാണ്. ഇതിൽ 4-5 മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. അതും പ്രത്യേക മാങ്ങകളാണ്. ഒരെണ്ണം മൂവാണ്ടനാണെങ്കിൽ ഒരെണ്ണം പച്ചതിനി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു മാവേ തന്നെ 2-3 വ്യത്യസ്തമായ മാങ്ങകൾ ഉണ്ടാകുന്ന ബഡ് ചെയ്ത് വെച്ചാണ് മാവ്. സൂപ്പറാണ്.
അത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, കണ്ടു, കാണാൻ പറ്റുന്നുണ്ടോ?